ഹലോ ഗൈസ്, നമ്മളങ്ങനെ നടന്ന് ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഒരു വിചിത്രമായ ഗ്രാമം. ഈ വിചിത്രം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇവിടെ ഞാൻ വന്നിട്ട് ഒരാൾക്കാരെ പോലും കാണാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഇവിടെ വീടുമില്ല. ഒരാളെ പോലും കാണുന്നില്ലല്ലോ. ഈ സ്ഥലത്തെ പറ്റി ഒന്ന് ചോദിക്കാന്ന് വെച്ചിട്ട്. ഹൈ ഗൈസ്, അത്ഭുതം എന്ന് പറയട്ടെ, നമ്മളൊരാളെ കണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ കുറേ വിളിച്ചു, കേട്ടിട്ടില്ല. നമുക്കൊന്ന് അയാളുടെ അടുത്ത് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെയാണ് ആളെ കണ്ടത്. ഇവിടെ ആകെ ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇപ്പോൾ കണ്ട ആളെ ഒന്ന് തപ്പിയെടുക്കണം. തപ്പിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രാമത്തിനെ പറ്റി മൊത്തത്തിൽ ഒന്ന് അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം കാണാം ഗൈസ്. ചേട്ടാ, ഓ എൻ്റെ ചേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം ചേട്ടനെ വിളിച്ചു, ചേട്ടൻ കേട്ടു പോലുമില്ല. അയ്യോ, ഞാൻ കേട്ടില്ല. അതെന്നാന്നോ, എനിക്ക് ചെവിക്ക് ലേശം കേൾവിക്കുറവുണ്ട്, അതാ. എന്നെ കാര്യം എന്നായിരുന്നു? ചേട്ടാ, ഞാൻ കുറച്ച് ദൂരേന്നാ. ആ ഞാൻ ഈ യൂട്യൂബിലൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ആരും അറിയാണ്ട് കിടക്കുന്ന ഗ്രാമങ്ങൾ, അങ്ങനെ ആൾതാമസം കുറഞ്ഞ ഗ്രാമങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ റീൽസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ആളാണ്. ചേട്ടൻ ഈ ഗ്രാമത്തിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാവോ? ചേട്ടനപ്പോൾ ഈ ഗ്രാമത്തിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? റെഡി. ഈ ഗ്രാമത്തെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേരൊന്നും താമസം ഇല്ല. പണ്ട് ഒരുപാട് പേര് താമസിച്ചുകൊണ്ടിരുന്ന 500-600 പേരുണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു കൂട്ടം മരണം നടന്നു ഒരു സമയത്ത്. അയ്യോ, അതിനെ പറ്റി? അതെന്നാന്ന് വെച്ചാൽ എൻ്റെ പൊന്നോക്കളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, പക്ഷെ ഉള്ള കാര്യം, ഇവിടെ ഒരു അദൃശ്യജീവിയുണ്ട്, ഭീകരജീവി. അദൃശ്യജീവി? ഈ പ്രദേശത്തു നിന്ന് ഒരുപാട് പേരെ ഇതുപോലെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലോ. അവരെയൊക്കെ കൊന്നുകളയും. നമ്മൾ ഈ ശവം അന്വേഷിച്ച് പോയിട്ടും കാര്യമില്ല, ഒന്നും കിട്ടൂല. അങ്ങനെ ഒരു അദൃശ്യജീവിയുടെ ആക്രമണം ഇവിടെ ഉണ്ട്. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ വ്ളോഗ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഗ്രാമത്തെ പറ്റി ഞാൻ അറിയണത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ പുറത്തുള്ളവർക്കൊന്നും ഈ കഥ കേട്ട് അറിയാനും പാടില്ല. ചേട്ടാ, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി എല്ലാവരും തന്നെ ഈ ഗ്രാമത്തിനെ പറ്റി അറിയും. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാതിരിക്കില്ല. ഇതിപ്പോൾ ലോകം മൊത്തം അറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒന്നാമത്തെ കേസ് ആരും വിശ്വസിക്കില്ല ഈ കഥ. പിന്നെ നമ്മൾ വെറുതെ ഇത് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചേട്ടാ പോലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേട്ടാ ചേട്ടാ ഇവിടെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റിയ കട വല്ലതും ഉണ്ടോ? ഭയങ്കര വിശപ്പ്. ഈ കാട്ടുമുക്കിൽ എവിടെയാടാ പറ്റേ ഭക്ഷണം കഴിക്കാൻ കടയൊക്കെ? നല്ല വിശപ്പുണ്ടല്ലേ. ഒരു കാര്യം ചെയ്യേ, ഭക്ഷണം ഞാൻ തരാം. പക്ഷെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ കഴിക്കുന്ന ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയൊക്കെ, അത് കൂട്ടുമോ? ഇറച്ചി കൂട്ടും. ഒരു കാര്യം ചെയ്യേ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് എന്നാൽ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം. എന്നു വെച്ചാൽ ഈ ഗ്രാമത്തിൽ വന്നിട്ട് വിശപ്പും കൊണ്ട് ഇവിടുന്ന് പോകാമെന്ന് ഉള്ളത് നമുക്കത് ഈ ഗ്രാമത്തിലുള്ളവർക്ക് അതൊരു കുറച്ചില്ല. അതുകൊണ്ടാണ് വിശന്ന് ആരും ഈ ഗ്രാമത്തിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ടാണ്. എന്നാ വളരെ ഉപകാരം ചേട്ടാ. ചേട്ടാ, ഇവിടെ ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അതൊന്നും കഴിക്കില്ലേ? ചക്കയും മാങ്ങയൊക്കെ ആർക്ക് വേണം? അതൊന്നും ആരും തിന്നാറൊന്നുമില്ല. ചക്കയൊക്കെ പുഴുത്തു പോകുന്നേ മൊത്തം.
നമുക്ക് നല്ല ശുദ്ധമായ ഇറച്ചി, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ കൂട്ടുകാരാ. പിന്നെ ആ എന്നാന്ന് വെച്ചാൽ ഈ ഇറച്ചി എന്ന് പറയുമ്പോൾ ഞാനത് കറി വെച്ചിട്ടില്ല. ഓ ഇന്നലെ കുടുക്ക് വെച്ചപ്പോൾ കിട്ടിയതെനിക്ക്. അപ്പോൾ അത് കൂട്ടുകാരനും കൂടെ ഒന്ന് കൂടുവാണെങ്കിൽ ഓ അതിനിപ്പോൾ എന്നാ ചേട്ടാ? വേറെ ഒന്നും തോന്നരുത് കേട്ടോ. ഇല്ല ഇല്ല, നമുക്ക് രണ്ടും കൂടെ കൂടി പെട്ടെന്ന് റെഡിയാക്കാം. ആ എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല സ്വാദിഷ്ടമായ ഇറച്ചിക്കറി. ആ ഞാൻ ഈ കാട്ടിറച്ചിന്ന് കേട്ടിട്ടേ ഉള്ളൂ ചേട്ടാ, ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെന്നേ. അങ്ങനെയാണോ? എന്നാൽ ഇന്ന് എല്ലാം അറിഞ്ഞിട്ട് പോയാൽ മതി. ഇതാണോ ചേട്ടൻ്റെ വീട്? ഇതാണ് എൻ്റെ വീട്. വാ വാ. ചേട്ടൻ ഇതുപോലത്തെ ഒരു വീട്ടിൽ താമസിക്കണമെന്ന് കണ്ടാൽ തോന്നില്ല കേട്ടോ. ഇറച്ചിക്കുള്ള വകുപ്പ് ഞാൻ അപ്പുറം മൂടിയിട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് വാക്കത്തി അടിച്ചുകൊണ്ട് വരാം. കൂട്ടുകാരൻ എന്നാ അങ്ങോട്ട് ചെല്ലേ. മനുഷ്യന്റെ കാലമാണ്. ഇതാണ് കുടുക്കൽ കിട്ടിയത്. ലേശം പഴക്കമുണ്ടെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇറച്ചിക്ക്. ചേട്ടാ കുറച്ച് വെള്ളം ഇങ്ങ് എടുത്ത് ചേട്ടാ. കൊണ്ടുവരാം. മോനെ എഴുന്നേക്ക്. ചേട്ടാ വെള്ളം ഇങ്ങ്. ഒരു ഗ്ലാസ് ചൂട് ചോര എടുക്കട്ടെ.